ആണവ റിയാക്ടർ ഉണ്ടാക്കിയാണെങ്കിൽ തന്നെയാണ് ഇത്ര, അല്ലെങ്കിൽ അതിൻ്റെ ആ ക്രൈറ്റീരിയ അനുസരിച്ച് തന്നെയാണ് ഈ സാധനം വച്ചിരിക്കുന്നത്. ഇപ്പം ആണവ റിയാക്ടറിന് അതേപോലെ തന്നെ മേടിച്ചിട്ടുണ്ട്, മേടിക്കുകയും ഇപ്പം നമ്മളോട് ഈ ഇപ്പം പറഞ്ഞില്ലേ കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞാണെങ്കിൽ തന്നെ ഉള്ളൊരു വേറൊരു മീനിങ്സിൽ ആ പറയുന്ന രീതിയാണ് അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യ കണക്ക് ഇത്രയും ജനസംഖ്യയുള്ളടത്ത് വളരെ കുറവുള്ളതാണ്. മറിച്ച് ചൈനയാണ്, അതേ സമയത്ത് സോവിയറ്റ് യൂണിയനല്ല, അതേ സമയത്ത് മറ്റു ഇതര മേൽ ജർമ്മനാണല്ലോ, അതൊന്നുമല്ല. കാരണം അവർ തമ്മിലുള്ള അമ്പരത്വം ഇത് പരിഹരിക്കപ്പെടാൻ വേൾഡിൽ ഇനി രണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക്, ഞാൻ എൻ്റെ തന്നെ എഴുതി പറഞ്ഞു, AI ലോകം ഇനി കറങ്ങി നിൽക്കും, മുമ്പോട്ട് നിൽക്കും കുറെ നാള്. അതിന് പകരം ഇപ്പോൾ ഉണ്ടായില്ല. ഈ പ്രദേശത്ത് അങ്ങനെ എന്തെങ്കിലും കർഷക ആത്മഹത്യ എന്തെങ്കിലും ഉണ്ട്. ആത്മഹത്യ അല്ലെങ്കിൽ ആത്മഹത്യ ഉണ്ട്, സൂയിസൈഡ് ചെയ്തായിരുന്നു. പിന്നെ അവർ പിന്നെ അത് മിണ്ടില്ലല്ലോ ആദ്യമേ ആ കാലത്തിൽ. അത് നാണക്കേടുണ്ടാക്കും, കൊച്ചിന് പഠിത്തം നഷ്ടപ്പെടും, കല്യാണം നഷ്ടപ്പെടും, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവർ ഇൻഫോം ചെയ്യാതിരിക്കുന്നത്. അല്ലാതെ പിന്നെ നമ്മൾ മലനാട് കർഷക രക്ഷാ സമിതി എന്ന് പറഞ്ഞ് ഞാൻ പോലീസിൻ്റെ അടി വാങ്ങിക്കുന്ന സമയം തൊട്ട് ഞാൻ തന്നെ ഈ നാട്ടിൽ, ഈ ജില്ലയിൽ, പിന്നീട് നാളെ ഇതുവരെ ഇപ്പോൾ വരെ ഞാൻ തൻ്റെ അടുത്തുകൂടി പറയുന്നു, ഒരാളെ പോലും ആത്മഹത്യക്ക് പ്രയത്നിച്ചിട്ടില്ല. ഒരാളാണ് വന്നത് ഈ തോപ്രാംകുടിയിൽ. അയപ്പുള്ളിക്ക് പുള്ളിയായിരിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഏലം വെച്ചതാണ്. കൂടി വന്നാൽ 30 സെന്റ് സ്ഥലവും. അതും തോന്നും. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. മേരിഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് മേരിഗിരി എന്ന് പറഞ്ഞ സന്തോഷ് ഒരാളുടെ വീട്ടിൽ വേറൊന്നും എനിക്കൊന്നും കിട്ടിയില്ല. പോലീസ് ഇൻഫർമേഷൻ കിട്ടുമത്. പക്ഷെ ഇവർ ഈ പ്രശ്നമായി പോലീസ് ഒന്നും ഡയറക്റ്റ് ആയിട്ട് അല്ല, പോലീസിന് ഇപ്പം അനിവാര്യതയുണ്ട്. അവരുടെ സ്ഥിരതയും അതോടൊപ്പം മുന്നോട്ടുള്ള പോക്കിനും ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച കാട്ടിയാൽ ലോകത്തിൽ ഇവർക്ക് ബേസ് ഇല്ല. അതൊക്കെയോ സയന്റിഫിക് ലൈനിൽ പോലീസിനെ അധിനിവൽക്കരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ചലിപ്പിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഈ അർത്ഥത്തിലുള്ള പഠനവും അന്വേഷണവും റീകോൺസ്ട്രക്റ്റീവായിട്ടുള്ള ഉത്തരവും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ചെയ്യുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കിട്ടുന്നത്. നമ്മുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഒരു SSLC പരീക്ഷ വരുന്ന 76 അങ്ങോട്ട് നമ്മൾ, ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എനിക്കൊരു അഫിനിറ്റി ഉണ്ടായിരുന്നു. ആ അഫിനിറ്റി അവിടെ നിന്നുണ്ടായിരുന്നതിൻ്റെ കാരണം, ഈ അന്ന് തൊഴിലാളി വിഭാഗത്തിൻ്റെ എൻ്റെ വീട്ടിൽ അന്ന് 5ഓളം തൊഴിലാളി വിഭാഗങ്ങളാണ് കരക്കണ്ട കൃഷിക്ക് വന്ന് നടുകയും അതിൻ്റെ മറ്റ് ഈ കര നെല്ല് കൃഷിയുടെ ഇതിൻ്റെ കാട് പരിശോധന ചെയ്തുകൊണ്ടിരുന്നു. ആ വിഭാഗങ്ങൾക്ക് അപ്പം അതിനൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്ത് പോവുക. അങ്ങനെ പോയി കഴിയുമ്പോൾ അവർക്ക് ജീവിക്കാൻ ഒരു ഇടവുമില്ല. അപ്പം അങ്ങനെ വന്നു 15 സെൻറ്റോ 30 സെൻറ്റോ 1 ഏക്കർ സ്ഥലമാണ് ഇവിടെ ഹൈ റേഞ്ചിൽ ആളുകൾ കിട്ടുന്നത്. ബാക്കിയുള്ളവർ ഏലത്തിനോ കാപ്പിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊക്കോയ്ക്കോ അങ്ങനെ പല സ്ഥലത്തിനുമായിട്ട് എടുത്തു. ആ എടുക്കലിൽ നിന്നാണ് ഇന്ന് ഹില്ലി ഏരിയയിൽ നിൽക്കുന്നത്. ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും ഇടുക്കി ജില്ലയിലാണെങ്കിലും അല്ലെങ്കിൽ വയനാടിൻ്റെതാണെങ്കിലും മറ്റേ ഇന്ത്യയിൽ എനിവേ, ഞാൻ ആസാമിലോ അല്ലെങ്കിൽ ഞാനൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായി ആ സിസ്റ്റം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാണുകയും അവിടുത്തെ സിസ്റ്റത്തിലും ഇത് തന്നെ ഇത് തന്നെ പറയണ്ട, വേറെ അതിൻ്റെ വേരിയൻറ്റ്. അതായത് ഇങ്ങനെ എനിക്ക് ഉദ്ദേശിക്കുന്നത്, അതായത് തോട്ടവിളകളായിരിക്കും കൂടുതലായിട്ട്. ഇല്ല, നമുക്ക് തോട്ടവിളകൾ ഏരിയകളേ ഉള്ളൂ. സ്പൈസസ് തോട്ടവിളകൾ ഉണ്ട്. ചില സമയത്തിൽ ഇടത്തരം മിഡിൽ കൃഷിയുടെ രീതിയാണ് നമ്മൾ കൃഷിക്കാരൻ പറഞ്ഞൊരു ഗവേണിംഗ് ഗ്രോസ് വിഭാഗത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും.
ഇതാണ്